ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമാസ് വ്ലോഗ്സ്. ഒരു ഉച്ചമയക്കത്തിന് ശേഷം വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാട്ടോ, തകർത്ത് പെയ്യുന്ന മഴ. ഈ മഴ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മൊഹബത്ത് ദേ കട്ടനോടും ഈ ഇലയോടുമായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, കുഞ്ഞായി വിളിച്ച് നേരെ വിട്ടു അടുക്കളയിലേക്ക്. പിന്നെ ഞങ്ങളങ്ങ് തുടങ്ങി ഇലയുടെ തയ്യാറാക്കാൻ. ആവശ്യമായി ഇത്രയും സാധനങ്ങൾ ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മാവെടുത്തു, പിന്നീട് ശർക്കര ഒരു കപ്പ് എടുത്തു, ഒരു കപ്പ് തേങ്ങ എടുത്തു, നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്, പിന്നീട് ഒരു സ്പൂൺ ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇത് നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള ആവശ്യത്തിനായ വെള്ളം, പിന്നെ നമ്മുടെ വട്ടയില. പിന്നെ നമ്മൾ മാവെടുത്തു, അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടു. ഇനി നന്നായിട്ടിത് ഇതിലേക്ക് പിടിച്ച് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ശേഷം ഇനി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് കട്ട പിടിക്കാതെ കൈവച്ച് തന്നെ നന്നായിട്ട് ഇതിനെ കുഴച്ച് പാകത്തിന് എടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിൽ സെറ്റാക്കി എടുക്കുക. പിന്നെ നമ്മുടെ മാവ് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ഹാർഡും ആവരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ സെറ്റാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്നും കൂടെ അതിനെ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് കൈവച്ചെടുക്കുമ്പോൾ ഇതുപോലെ വരുന്നൊരു പരുവത്തിൽ വരെ നമ്മളിതിനെ കുഴച്ചെടുക്കാം. ഈ ഒരു പരുവെത്തുമ്പം മാവ് റെഡി ആയെന്നാട്ടോ അർത്ഥം. ഇനി നമുക്കിതിനെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാം. ഒരു കപ്പ് തേങ്ങയിലേക്ക് ശർക്കരയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കാം. നമ്മൾ എല്ലാ ഐറ്റും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി ആ തേങ്ങയിലേക്ക് ഇതെല്ലാം യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. നമ്മുടെ മാവ് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വട്ടയില എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ തടവാ. പിന്നീട് നമ്മുടെ മാവ് അതിലേക്ക് എടുത്ത് കൈ കുറച്ച് വെള്ളത്തിൽ നനച്ച് ഇതേപോലെ അതിലേക്ക് പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ മടക്കി നന്നായിട്ട് സെറ്റാക്കാം. ബാക്കി ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇലയുടെ വേവിക്കുന്നത് ആവിയിലാട്ടോ. ഇന്ന് നമ്മൾ അടുപ്പിൽ നമ്മുടെ ഇഡലി കുട്ടുവത്തിനകത്താണ് നമ്മുടെ ഇലയുടെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ആവിയിൽ വെന്ത് വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ ഇലയുടെയൊക്കെ. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് ആവിയിലിരുന്ന് വെന്ത് വന്ന് നമ്മുടെ ഇലയുടെ തയ്യാറായി കേട്ടോ. ഇനി നമുക്ക് അതെല്ലാം പാത്രത്തിലേക്ക് പറക്കി വെക്കാം. ഇനി ഞാൻ നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അപാര ടേസ്റ്റ് ആയിരുന്നേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാവെല്ലാം എടുത്ത് ശ്രദ്ധയോടെ ചെയ്യാൻ നോക്കണേ. വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇലയുടെ റെസിപ്പി ആട്ടോ. എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു അടിപൊളി വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.